സെപ്റ്റംബർ 28 ദിവസഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ദിവസം നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ജോലിക്ക് വേണ്ടിയിട്ടുള്ള പല പ്ലാനുകളും തയ്യാറാക്കുന്നതാണ്. ജോലി സ്ഥലത്ത് ഉള്ള കമ്മ്യൂണിക്കേഷൻ കൂടുന്നതാണ്, പിന്നെ ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ ബന്ധുക്കൾക്ക് ഈ ഒരു ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. അവരുമായിട്ടുള്ള സംസാരമുണ്ടാകാം. അസുഖമായിട്ട് കിടന്ന മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. അവരുമായിട്ടുള്ള പല പദ്ധതികളും നിങ്ങൾ തയ്യാറാക്കുന്നതാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ജോലിയെക്കുറിച്ച് ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ്. പുതിയ ഒഫീഷ്യൽ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നിങ്ങൾ നടത്തുന്നതാണ്. ഈ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ റിസൾട്ട് ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇടവം, സൂര്യൻ, രാശി, ലഗ്നം എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസഫലം. ഈ ഒരു ദിവസം വീട് ഒരു പ്രധാന വിഷയമാണ്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ്. വീട് മൂടി പിടിപ്പിക്കാനും, വീട് വിൽക്കാനും വാങ്ങാനും, വീട്ടിൽ നിന്ന് യാത്ര ചെയ്യാനും, വീട്ടിലേക്ക് അതിഥികൾ വരാനും, വീട്ടിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചർച്ചകൾ കൂടുതലും നിങ്ങളുടെ മാതാവുമായിട്ടായിരിക്കും. മാതാവ്, മാതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സമയമാണ്. അവരുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അവർ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതാണ്. ഈ ദിവസം നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. വീട് വൃത്തിയാക്കുക, ഗാർഡൻ വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും ഈ ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് പുതിയൊരു ദിശാബോധം ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ഇടവം, രാശി, ലഗ്നം, സൂര്യൻ എന്നിങ്ങനെയുള്ളവർക്ക് അവരുടെ ഒരു കഴിവുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ്. പല സ്ഥലത്തു നിന്നും അവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സ്നേഹബന്ധത്തിലുള്ളവർക്ക് ഈ ദിവസം തർക്കങ്ങളുടെ ഒരു ദിവസമായിരിക്കും. വിവാഹിതരായവർക്കും ഈ ഒരു ദിവസം തർക്കങ്ങളുടെ ദിവസമായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആരോഗ്യം അല്പം പാളിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. കൂടുതൽ പ്രശ്നം വരുന്നത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് തന്നെയായിരിക്കും. മിഥുനം, രാശി, ലഗ്നം, സൂര്യൻ എന്നിവർക്കുള്ള സെപ്റ്റംബർ 28 ദിവസഫലമാണ്. ഈ ദിവസം വളരെയധികം യാത്ര ചെയ്യേണ്ടി വരും. അത് ചെറിയ യാത്രകളായിരിക്കും. ഈ യാത്രകൾ ഒറ്റയ്ക്കോ നിങ്ങളുടെ ബന്ധുക്കളുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുമായോ ആയിരിക്കും. നിങ്ങളുടെ അയൽക്കാർ, ബന്ധുക്കൾ, സഹോദരങ്ങൾ എന്നിവർക്ക് ഈ ദിവസം വളരെ പ്രധാനമാണ്. അവർ നിങ്ങളുടെ സഹായം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സഹായം ചോദിക്കാവുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. പഠനത്തിന് ഈ ദിവസം വളരെ പ്രാധാന്യമുണ്ട്. ഇനി എന്തെങ്കിലും കോഴ്സ് ചെയ്ത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണമോ, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ്. ചെവി തൊട്ട് കൈവരെയുള്ള ഭാഗങ്ങൾ ഈ ഒരു ദിവസം വളരെ സെൻസിറ്റീവായിരിക്കും. അതിനാൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്ത്, പഠനം, സംസാരം എന്നിവയ്ക്ക് ഈ ഒരു ദിവസം ധാരാളം സാധ്യതകളുണ്ട്. ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവയെല്ലാം ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വീടിനുള്ളിലും പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതാണ്. വീട്ടിൽ തർക്കങ്ങൾ കൂടുതലുണ്ടാകുന്ന ഒരു ദിവസമാണ്. അതിനാൽ അങ്ങനെയുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ധാരാളം പിരിമുറുക്കം ഇനി വരുന്ന ആഴ്ചയിലേക്ക് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വീട് വൃത്തിയാക്കാനും ക്ലട്ടർ ക്ലിയറിങ് ചെയ്യാനും വീട്ടിലേക്ക് പുതിയ ഡിവൈസസ് വാങ്ങിക്കാനും ഒക്കെയുള്ള അവസരം ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഡയറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറ്റ് നന്നാക്കിയില്ല എങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ വയർ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കർക്കിടകം, ലഗ്നം, സൂര്യൻ, രാശി എന്നിവർക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ധാരാളം യാത്രകളും ഉണ്ടാകും. പലതരത്തിലുള്ള ചിലവുകളുണ്ടാകാം. പൈസ വന്നു ചേരാം, അതുപോലെ തന്നെ പൈസ ചിലവാക്കുകയും ചെയ്യാം. പാർട്ട് ടൈം ജോലികളിൽ നിന്നുള്ള ഒരു ഇൻകം ലഭിക്കുന്നതാണ്. കോൺട്രാക്ട് ജോബിൽ നിന്നുള്ള ഇൻകം ലഭിക്കുന്നതാണ്. പുതിയ ജോലിയെക്കുറിച്ചുള്ള പ്ലാനിങ് ഉണ്ടാകുന്നതാണ്. ഇത് ഒരു ദിവസത്തെ ഒരു ഫലമാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, പ്രതിഫലനം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വീട്ടിൽ പലതരത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാകുന്നതാണ്. നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. പക്ഷേ വെളുത്ത നിറത്തിലുള്ള വസ്തുക്കൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു യാത്രകൾ വളരെ
നിങ്ങളെ വളരെ ക്ഷീണിതരാക്കുന്നതാണ്. ധാരാളം യാത്രകൾ ഈ ദിവസം ഉണ്ടാകാം. അത് ദൂരയാത്രകളാകണമെന്നില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ പോവുക വരിക എന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. എഴുത്ത്, വായന, പഠനം എന്നിവയ്ക്ക് ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൽ പോയി ജോയിൻ ചെയ്യും. ഓഫ്ലൈൻ ഡിസ്കഷൻസ്, ഓൺലൈൻ ഡിസ്കഷൻസ് എന്നിവയെല്ലാം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വീട്ടിലും പലതരത്തിലുള്ള ചർച്ചകൾ, മാതാവുമായിട്ടുള്ള ചർച്ചകൾ, മാതാവിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക എന്നിവയും ഈ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചിങ്ങം ലഗ്നം, സൂര്യൻ, രാശി എന്നിവർക്ക് ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ രാശിയിന്മേലാണ് ശുക്രൻ നിൽക്കുന്നത്. അതിനാൽ നിങ്ങളെ കൂടുതൽ ഒരു ഭംഗിയോടുകൂടി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈ ദിവസം ഉപയോഗിക്കുന്നതാണ്. ഈ ദിവസം ചിലപ്പോൾ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള മസാജസ് അല്ലെങ്കിൽ ഫേഷ്യൽസ് എന്നിവ നിങ്ങൾ ചെയ്യുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാനും നിങ്ങളുടെ ഒരു സൗന്ദര്യത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ്. പുതിയ വ്യക്തികളെ കാണാനും അവരുമായിട്ടുള്ള പലതരത്തിലുള്ള സംഭാഷണം നടത്താനും ഒക്കെ ഈ ഒരു ദിവസം വളരെയധികം സാധ്യമാണ്. ഇനി സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും ഈ ദിവസത്തിൻ്റെ ഹൈലൈറ്റാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ എന്താണെങ്കിലും ഉണ്ടാകും. സമ്പത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടാകും. ഫ്രീലാൻസ് പ്രൊജക്റ്റുകളെക്കുറിച്ചുള്ള ഈ കമ്മ്യൂണിക്കേഷൻസ്, ഡീൽ, നെഗോഷിയേഷൻസ്, ഒത്തുതീർപ്പുകൾ എന്നിവയെല്ലാം ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. ഭക്ഷണക്രമത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ചൂടുള്ളതോ വളരെയധികം എരിവുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി മാത്രം സ്പൈസസ് കൂട്ടിച്ചേർത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അങ്ങനെ കഴിച്ചാൽ തൊണ്ട, വായ എന്ന ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ദിവസം നിങ്ങൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നിവയും ഈ ദിവസത്തിൻ്റെ ഭാഗമാണ്. കന്നി, സൂര്യൻ, രാശി, ലഗ്നം എന്നിവർക്ക് ഈ ഒരു ദിവസം അല്പം ഭാരപ്പെട്ടതായിരിക്കും. കാരണം നിങ്ങളുടെ 12ാം ഭാവത്തിന് മേലിലാണ് ശുക്രൻ നീങ്ങുന്നത്. പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദമുണ്ടാകാം. ഈ സമ്മർദ്ദം സമ്പത്തിനെക്കുറിച്ച് തന്നെയുള്ളതാകാം. ചിലവുകൾ ചിലപ്പോൾ അധികരിക്കാം. വിദേശത്തു നിന്നുള്ള വാർത്തകൾ വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ പോയി കാണാം. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററുകളിൽ പോയി അവർക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്യാനുള്ള അവസരവും ഈ ദിവസം ഉണ്ടാകുന്നതാണ്. ഈ ദിവസം നിങ്ങൾക്ക് ഉറക്കത്തിൽ മധുരമേറിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. ഈ സ്വപ്നം നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ തരുന്നതാണ്. ഒരു ആത്മീയരായി തീരാനുള്ള ഒരു കാഴ്ചപ്പാട് സമയം ഉണ്ടാകുന്നതാണ്. വളരെ പ്രൈവറ്റ് സെറ്റിങ്ങിൽ നിങ്ങൾ പലരെയും കാണാനുള്ള ഒരു അവസരവും ഈ ദിവസം ഉണ്ടാകാവുന്നതാണ്. സൂര്യൻ നിങ്ങളുടെ രാശിയിൽ തന്നെയായിരിക്കും. അതിനാൽ നിങ്ങളുടെ വ്യക്തി ജീവിതവും മറ്റുള്ളവരിലേക്ക് വെളിപ്പെടാമെന്നുള്ളതാണ്. നിങ്ങൾ ദീർഘകാലമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ അതൊരു എൻഡ് പോയിന്റിലെത്തുന്ന ഒരു സമയമാണ്. പുതിയ വ്യക്തികളെ കാണാനും പുതിയ പ്ലാനുകൾ വയ്ക്കാനും. പക്ഷേ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്ന സമയമാണ്. കാരണം ബുധനും നിങ്ങളുടെ രാശിയിലാണ്. ബുധൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇത് ചെയ്യണമോ നാളെ ഇത് ചെയ്യണമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. അതിനാൽ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ദിവസം പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത്. ആ പ്ലാനിൽ തന്നെ എങ്ങനെയെങ്കിലും ആ പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി തുലാം, രാശി, സൂര്യൻ, ലഗ്നം എന്നിവർക്ക് ലോങ് ടേം ബന്ധങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ദിവസവും നിങ്ങൾ ലോങ് ടേം ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലായിരിക്കും. പുതിയ ലോങ് ടേം പ്ലാനുകൾ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം ഉണ്ടാകാം. പുതിയ ഗ്രൂപ്പുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, ഓഫ്ലൈൻ കമ്മ്യൂണിറ്റീസ്, അല്ലെങ്കിൽ ലോങ് ടേം പ്ലാനിന് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്നിവയും ഉണ്ടാകുന്നതാണ്. ഇതൊരു വർക്കിംഗ് ഡേ അല്ലെങ്കിൽ പോലും ഫിൻടെക്, എഡ്ടെക് അങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള സമയമാണ്. വളരെ ഭാവിയെ സംബന്ധിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനുകൾ ഈ ഒരു സമയം നിങ്ങൾ തയ്യാറാക്കുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രൊജക്റ്റുകളും നിങ്ങൾ തയ്യാറാക്കുന്നതാണ്. ഈ ഒരു ദിവസം റെസ്റ്റിനുള്ള സമയമല്ല, നിങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ളൊരു സമയം കൂടിയാണ്. വൃശ്ചിക രാശിക്കാർക്ക് ജോലിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. ഈ ഒരു ദിവസം വർക്കിംഗ് ഡേ അല്ലാത്തവർക്ക് പോലും ജോലി എന്നുള്ള കാര്യമായിരിക്കും മനസ്സിൽ കൂടുതലുണ്ടാകുന്നത്. കല ആസ്വാദനം എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ശ്രമിച്ചാൽ കിട്ടുന്നതാണ്. നിങ്ങളുടെ പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭം ഈ ദിവസം ഉണ്ടാകുന്നതാണ്. പുതിയ കൂട്ടുകെട്ടുകൾ, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ, എഡ്ടെക്, ഫിൻടെക് എന്നീ ഡൊമൈനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സമയം പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഒരു ദിവസം ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല അവസരങ്ങളും ഉണ്ടാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് പ്ലാനറ്ററി കോമ്പിനേഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. അതിനാൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ധനുരാശിക്ക്
സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. ലോങ് ടേം ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള സമയമാണ്. ദൂരദേശത്തുനിന്നുള്ള വാർത്തകൾ ലഭിക്കാനും ദൂരയാത്രയ്ക്ക് പോകാനും പഠനം, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യാനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യാനും നല്ല സമയമാണ്. അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ ആഴ്ച ലഭിക്കാം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താനുള്ളൊരു സമയമാണ്. പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കാം. പൊളിറ്റിക്സ്, സ്പോർട്സ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. നിങ്ങളുടെ പിതാവിന് ഒരു നല്ല സമയമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് മാറി ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സമയവും കൂടിയാണ്. ഇനി മകരം രാശി, ലഗ്നം, സൂര്യൻ എന്നിവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെങ്കിലും ഈ ദിവസം ഉണ്ടാകും. ഈ ആഴ്ച മാത്രമല്ല, ഈ മാസത്തിൻ്റെ ഏകദേശം ദിവസങ്ങളിൽ ഇത് ഉണ്ടാകുന്നതാണ്. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കുക. പെട്ടെന്നുള്ള ചിലവുകൾ, നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്നുള്ള ചിലവുകൾ വരുന്നതാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റത്തിനെക്കുറിച്ച് പല വിധത്തിലുള്ള തർക്കങ്ങളും ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രകളും ദൂരദേശത്തു നിന്നുള്ള വാർത്തകളും എഴുത്ത്, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന രംഗത്തു നിന്നുള്ള ജോലികളും ഈ മാസം ഉണ്ടാകുന്നതാണ്. പുതിയ രീതിയിലുള്ള ഒരു തത്വചിന്തയോട് നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ, അതായത് എഴുത്ത്, ക്ലാസിക്കൽ ആർട്സ് എന്നീ ഡൊമൈനിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരുടെ കഴിവുകളെ തെളിയിച്ചു കാണിക്കാനുള്ള സമയവും കൂടിയാണ്. കുംഭം രാശി, ലഗ്നം, സൂര്യൻ എന്നിവർക്ക് അവരുടെ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള സമയമാണ്. പുതിയ ബന്ധങ്ങൾ വരാനും പുതിയ തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനും പുതിയ കോൺട്രാക്റ്റ് ലഭിക്കാനും ഒക്കെയുള്ള സമയമുണ്ട്. പക്ഷേ ശത്രുക്കളോടുള്ള, നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളോട് പോയിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അതിങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് ഇൻഫർമേഷൻ ചിലപ്പോൾ അത് പൊതുസ്ഥലത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. പുതുതായിട്ട് കാണുന്ന വ്യക്തികളുമായിട്ട് ഒരു കയ്യകലത്തിൽ നിൽക്കുക. ഈ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാകാനുള്ള ചാൻസസും വളരെ അധികമാണ്. കല്യാണം, പാർട്ടീസ്, എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നിവയുണ്ടാകാം. ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ എന്ന മോഡിൽ നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. പെട്ടെന്നുള്ള ചിലവുകൾ ഈ ഒരു ദിവസം ഉണ്ടാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തും ചിലവുകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ദൂരദേശത്തു നിന്നുള്ള ന്യൂസുകൾ ഇവയെല്ലാം ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. മീനം രാശി, ലഗ്നം, സൂര്യൻ എന്നിവർക്ക് ജോലി സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടാകാം. ജോലിയിൽ നിങ്ങളുടെ ജോലിക്ക് മറ്റുള്ളവരെ പ്രശംസിക്കാം. കലാപരമായിട്ടുള്ള ഡൊമൈനിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാം. ഇതൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ ഒരു ദിവസത്തെ ആ ഒരു ചിന്ത, കൂടുതൽ ജോലി എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളൊരു ചിന്തയായിരിക്കും ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളും അനാവശ്യമായിട്ടുള്ള ഓഫീസ് പൊളിറ്റിക്സ് നിങ്ങളുടെ ജോലിയുടെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ ഒരു ദിവസം ഹൈലൈറ്റഡ് ആയിരിക്കും. അതിനാൽ അനാവശ്യമായിട്ടുള്ള ഡയറ്റ് ഒഴിവാക്കുക. ശുക്രൻ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും വെറുതെ ഇരുന്ന് കൗച്ച് പൊട്ടറ്റോ പോലെ വന്നിരുന്ന് ചുമ്മാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നതാണ്. ദയവായിട്ട് അതെല്ലാം ഒഴിവാക്കുക. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സമയവുമാണ്. ഇനി നിങ്ങളുടെ ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയ ഒഫീഷ്യൽ ബന്ധങ്ങൾ, പുതിയ ജോലി കിട്ടാനും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാകാനും ബിസിനസ് കോൺട്രാക്റ്റ് പുതുക്കാനും ഒക്കെയുള്ള അവസരങ്ങളും ഈ ദിവസം ഉണ്ടാകുന്നതാണ്. പബ്ലിക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള സമയവും ഈ ദിവസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.